ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദേവികാസ് ഡ്രീം വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നവയുഗ് ചിൽഡ്രൻസ് തിയേറ്റർ ആൻഡ് മൂവി വില്ലേജ് അവതരിപ്പിച്ച സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു. 4 ദിവസമായിരുന്നു ക്യാമ്പ്, സ്റ്റേ ക്യാമ്പായിരുന്നു. അപ്പം അതിലെ അംഗമായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ഞങ്ങൾക്ക് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഞാവൽക്കാട് എന്ന് പറയുന്ന ഒരു ചെറിയ നാടകം അവതരിപ്പിച്ചായിരുന്നു. സതീഷ് സാറാണ് പഠിപ്പിച്ചത്. നമ്മുടെ സ്റ്റേജ് ലെവൽസിൽ പഠിക്കുന്നവർക്കറിയായിരിക്കും, 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു ഞാവൽക്കാട് എന്ന് പറയുന്ന പക്ഷികളുടെ ഒരു കഥ. അപ്പം ആ കഥ ഞങ്ങൾ നാടകമായിട്ട് അവതരിപ്പിച്ചു. അതാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ കാടിനെ സംരക്ഷിക്കുന്നത് ഞാനാണ്. ഇതാണ് ഞാവൽക്കാട്. പക്ഷികൾക്ക് വേണ്ടി മാത്രമായി ഞാവൽക്കാടൊക്കെ കാടാണ്. ഇവിടെ നിറയെ ഞാവൽപ്പഴങ്ങളുണ്ട്. തിന്നാലും തീരാത്ത ഞാവൽപ്പഴങ്ങൾ. അതുകൊണ്ട് ഇവിടുത്തെ പക്ഷികൾക്ക് ഈച്ചതേടി വേറെയൊന്നും പോകണം. മനുഷ്യന്മാർ കേറിയിട്ടുണ്ട്. കാട്ടിൽ ഇവന്മാരാണ് ഏറ്റവും വലിയ ശല്യം. എന്റെ പ്രധാനപ്പെട്ട പണി ഇവന്മാരെ ഓടിക്കലാണ്. ഇവന്മാരെ ഞാൻ ഇന്ന് പക്ഷികളുടെ തലവനാണ് ഗരുഡന്മാർ. അവിടെ അവരെല്ലാവരും കൂടി നിൽക്കുന്നത് കാണുന്നില്ലേ? നമുക്ക് അങ്ങോട്ടേക്ക് പോകാം.
എല്ലാവരും അഭിമാനത്തോടെ നടക്കുന്നത്. എന്റെ മധുരസ്വരത്തിന്റെ പാട്ട് കേട്ടാണ് എല്ലാവരും ഉണർന്നിരിക്കുന്നത്. പിന്നെ മയിലിന് നൃത്തം ചെയ്യാനും എന്റെ പാട്ട് വേണ്ടേ? ഞങ്ങളിങ്ങനെ കിന്നാരം പറഞ്ഞ് എല്ലാരും ചിരിപ്പിക്കുന്നത് കൊണ്ടാ ആരും ഒന്നും പറയാതെ സന്തോഷമായിരിക്കുന്നത്. എന്തൊരു കള്ള്. ഞാൻ ഈ വട്ടം കറക്കുന്ന കഴുത്ത് വെച്ച് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാ ഞാനേക്കാളെ സുരക്ഷിതമായി ഇരിക്കുന്നത്. പിന്നെ അടുത്ത് വട്ടം കറക്കുന്നോണ്ട് തല തിരിഞ്ഞവൻ എന്നെ ചില അസൂയക്കാർ വിളിക്കുന്നുണ്ട്. ശരിയാ, ഒരു ഇൻഫർമേഷൻ ഇപ്പൊ തന്നെ തരാം. ഗരുഡമ്മാവൻ വീഴുന്നുണ്ട്. ഞാൻ കേട്ടുമല്ല, എല്ലാവർക്കും എന്താ ഇത്? ഇവിടെ എല്ലാവരും വേണം. കുത്തിപ്പെറുക്കാൻ കാക്കച്ചിയും, നൃത്തമാടാൻ മയിലും, ൂവിപ്പാടാൻ കുയിലും, നേരം പറയാൻ നമുക്കൊന്നും എല്ലാവരും. നമ്മളെല്ലാവരും ചേരുമ്പോഴാണ് ഞാവൽക്കാട് സ്വർഗമാകുന്നത്. ഗരുഡമാവ, ഈ കാടിന്റെ അങ്ങേയറ്റം വരെ പറന്നു ചെന്ന് ഞാനിന്റെ നൃത്തം എല്ലാരും കാണിക്കട്ടെ. ശരിയാ, ഞങ്ങൾ വരുന്നു. ഈ വേണ്ട, ആരും പോവണ്ട. അവിടെയൊക്കെ പോയാൽ അവിടെയുള്ള മൃഗങ്ങളും ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ പക്ഷികൾ മാത്രമേ ഉള്ളൂ. ആരും പോവണ്ട. പിന്നെ ഞാവൽക്കാടിന് സ്വൈര്യത പോകും. പിന്നെ പോവേണ്ടവർക്ക് പോകാം, പക്ഷേ തിരിച്ച് പ്രവേശനം ഉണ്ടാവില്ല. മനുഷ്യർ കേറിയിട്ടുണ്ടല്ലോ. നീ എല്ലാരെയും ഒന്ന് വിളിച്ച്. കാക്കച്ചി, മയിലമ്മേ, കുയിലച്ച, തത്തമ്മപ്പെണ്ണേ, എല്ലാവരും ഓടി വാ. ഗരുഡമ്മാവൻ വിളിക്കുന്നു. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിക്ക്. ദൂരെ അവിടെ പുക വീഴുന്നത് കണ്ടോ? മനുഷ്യരാരോ കാട്ടിൽ കേറിയിട്ടുണ്ട്. മനുഷ്യരോ? അതല്ല. ഞാൻ പറയാം.
പറയാം. കാട്ടുമനുഷ്യരുമുണ്ട്, നാട്ടുമനുഷ്യരുമുണ്ട്. കാട്ടുമനുഷ്യർ കാടിന്റെ നിയമങ്ങൾ അനുസരിച്ച് നമ്മോടൊപ്പം ജീവിക്കുന്നവരാണ്. പക്ഷേ നാട്ടുമനുഷ്യർ അങ്ങനല്ല. കാട്ടിലെ പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടി മരങ്ങൾ മുറിച്ച് കാട്ടിലെ നിയമങ്ങളൊന്നും പാലിക്കാതെ കാടിനെ നശിപ്പിക്കുന്നവരാണ് നാട്ടുമനുഷ്യർ. അയ്യോ, ഈ പറഞ്ഞു വന്നാൽ നമ്മളെല്ലാം അതിൽപ്പെട്ട് ചത്തുപോകില്ലേ? ആരും ഭയപ്പെടേണ്ട, പേടിക്കരുത്. ഏതായാലും ആ തീ പറഞ്ഞ് ഇവിടം വരെ എത്തണമെങ്കിൽ 5 ദിവസത്തോളം എടുക്കും. അതിനുള്ളിൽ നമുക്ക് എന്തേലും ഉപായം കണ്ടെത്താം. നിങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കൂ. മണിക്കും ദേവത നമ്മളെ രക്ഷിക്കും. എല്ലാവരും വരൂ. ആ